നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ക്യൂബ്സ് ആണ്. പ്രിസർവേറ്റീവ്സോ കോൺഫ്ലോറോ ഒന്നും ആഡ് ചെയ്യാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ മാത്രമല്ല, സൂപ്പ് ഉണ്ടാക്കാനും മറ്റ് കറികളിലും പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസിലൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. നമ്മളിതിനു മുമ്പ് ബീഫ് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിതിനൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ചിക്കൻ ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ നന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കനം വയ്ക്കുന്ന ഇറച്ചിക്കോഴിയിലാണ് വാങ്ങിച്ചത്. അധികം വെയിറ്റ് ഇല്ലാത്ത കോഴിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ എല്ലും കൂടെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ വാങ്ങിച്ചത്. അപ്പോൾ ചിക്കനെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ വേണം വഴറ്റാനായിട്ട്. ചിക്കൻ ചൂടായി വരുമ്പോൾ തന്നെ ഇത് അടിയിലൊക്കെ പിടിക്കും. എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറുന്നത് വരെ ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ അതാ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ പിടിച്ചിരിക്കുന്നതൊക്കെ കരിയുന്നതിന് മുമ്പ്, അത് കരിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് കല്ലുപ്പാണ്. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള 4 കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 10-12 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കം ആണ്. 3 കളർ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മീഡിയം സൈസ് റെഡ്, യെല്ലോ, ഗ്രീൻ ബെൽ പെപ്പേഴ്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി പാസ്ലി ചേർത്ത് കൊടുക്കാം. 1 പിടി സെലറിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 3 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ ചിക്കൻ്റെ എല്ലൊക്കെ ഒടിയുന്ന വിധത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഹോം മെയ്ഡ് ബീഫ് ക്യൂബ്സിനൊപ്പം ഈസി ബീഫ് മന്തി ഇതിനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇതൊരു പോട്ടിൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലെ ക്യാരറ്റ്, ക്യാപ്സിക്കം പിന്നെ ചിക്കനിലെ എല്ല് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷൊക്കെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ചിക്കൻ പീസിനും ഇതുപോലെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ചിക്കൻ്റെ എല്ലൊക്കെ ഇതുപോലെ ഒടിയുന്ന വിധത്തിലാണ് നമ്മളിതെല്ലാം വേവിച്ചെടുത്തത്. അപ്പോൾ ചിക്കനിലെ എല്ലും ഇഞ്ചി, പട്ട, ബേ ലീഫൊക്കെ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം. എന്നിട്ട് ആ വേസ്റ്റ് കളയാം. എന്നിട്ട് ഇതിൽ നമ്മൾ പിഴിഞ്ഞ് മാക്സിമം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലും ക്യാരറ്റിലൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ഈ പോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചവെള്ളം ഒട്ടും ഇതിനകത്ത് കൂട്ടരുത് കേട്ടോ. മിക്സിയുടെ ജാറിൽ നിന്ന് മാക്സിമം നമുക്ക് വടിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ മൈദയോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറോ വെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാദ് അല്പം കുറയും. ഇതിപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ ഈ ചിക്കൻ ക്യൂബിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതിയാകുമേ. ഇതിപ്പം വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇളക്കുമ്പം തെറിച്ച് തുടങ്ങും. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. കംപ്ലീറ്റ് ക്ലോസ് ചെയ്യരുത്. മൂടി ഇതുപോലെ ഒന്ന് ചെരിച്ച് വയ്ക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടകിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആ കുറുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം.
ലെവൽ ചെയ്തതിന് ശേഷം ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് സെറ്റ് ആകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ ഓപ്പൺ ആക്കിയിട്ടാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഉണക്കിയാണ് എടുക്കുന്നത്. ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഉണക്കിയെടുത്തത്. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം വേണം വീണ്ടും ഇത് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലിഡ് എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ചിലപ്പം എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നില്ല. നന്നായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. കുറച്ച് ദിവസം കൂടി ഫ്രിഡ്ജിൽ ഓപ്പണാക്കി വെച്ചാലേ ഉണങ്ങി കിട്ടുള്ളൂ. നമുക്ക് വെയിലത്ത് വെച്ചും ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വീണ്ടും നന്നായിട്ട് ഉണക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കേണ്ടതില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് ബീഫ് ക്യൂബ്സിൻ്റെ ഒപ്പം ഒരു ബോക്സിലിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായും അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക് യു.